ഇത്രയും നേരം നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കല്ലേ ഡിസ്കസ് ചെയ്തത്. ബാക്കിൽ നോക്കുമ്പോൾ അത് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് പല ഒരു സിനിമയിലെ ക്യാരക്ടറൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. മഞ്ഞ വണ്ടിയാണെങ്കിൽ ഏതുവണ്ടിയാ മനസ്സിലായി? പക്ഷെ ഇതിന്റെ ബാക്കിൽ നോക്കിയിട്ടുണ്ടോ? ബാക്കിൽ നോക്കിയിട്ടുണ്ട്. ഒരു വി ഷേപ്പിലുള്ള ആളുകൾ ഒരു പേര് വിളിക്കുന്ന ആളുകൾ ഒരു പ്രത്യേക പേര് വിളിക്കുന്ന ലാമ്പ്. പക്ഷെ ആ വണ്ടി എന്താ ഡിസൈൻ, ഫുൾ ലൈക്ക് ഡിസൈൻ എലമെന്റ്സ് ഇങ്ങനെ വാരി വിതരേക്ക്. ഇത് ലോഞ്ച് ആയപ്പോൾ ഞാനടക്കം ലൈക്ക് എല്ലാവരും, ഞാൻ ഇപ്പോഴും എനിക്ക് ആ വണ്ടി ഇഷ്ടമാണ്. എക്സെപ്റ്റ് ഇപ്പോൾ വന്ന ടെയിൽ ലാമ്പൊക്കെ എല്ലാവരും ഭയങ്കര ഫാൻ ബേസ് ഫോളോയിങ് ഉള്ള വണ്ടിയായിരുന്നു. പക്ഷേ അവർ അതേ സമയം തന്നെ തൊട്ട് അവരുടെ സിബ്ലിംഗ് ആയിട്ടുള്ള NS200 ബാക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത് വെച്ചേക്കണല്ലോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നു. അവരാണ് ഇവിടെ കൊണ്ടുപോയി ഇപ്പുറത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചാണ്. പക്ഷെ ഇങ്ങനെ കംപ്ലൈൻസ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് കേട്ട് ഫൈനലി നമ്മുടെ ബജാജ് അത് ആ ടെയിൽ ലാമ്പ് ഡിസൈൻ മാറ്റി. ഇപ്പോ ഉള്ളതാണ് അതിന്റെ നമ്പർ പ്ലേറ്റിനോടൊപ്പം ഒരു കാറിന്റെ ഒക്കെ ടെയിൽ ലാമ്പ് പോലെ പേര് മാറ്റി. ശരിയാ. എന്താ പുതിയ പേര്? സോമൻ. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്.